ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇത് മട്ടയരി ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. ഇത് പുട്ടുണ്ടാക്കാനാണ്. സാധാരണ പച്ചരി കൊണ്ടല്ല എല്ലാവരും പുട്ടുണ്ടാക്കുക, ഞാൻ മട്ടയരി കൊണ്ട് ഉണ്ടാക്കുക. ഇത് അമ്മയൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് കേട്ടോ. അപ്പം തലേ ദിവസം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കഴുകി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തി, എന്നിട്ട് ഇനി രാവിലെ വാർത്തിടാം. അത് മേശപ്പുറത്തൊരു തുണി വിരിച്ചിട്ട് അതിൽ നിരത്തിയിട്ടാൽ നല്ല ഡ്രൈ ആകും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ വാർത്തിടുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് വെള്ളമയം ഉണ്ട്. അപ്പം നമുക്കത് ഇതുണ്ടോ, കുറച്ച് വെള്ളമയം ഉണ്ട് ഇത് പൊടിച്ചാൽ ഇങ്ങനെ കട്ട ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തുണിയിൽ വിരിച്ചിട്ടതാണെങ്കിൽ നന്നായിട്ട് പൊടി പോലെ കിട്ടും. പക്ഷേ ഇത് ഇങ്ങനെ കട്ട ഉണ്ടാവുന്നത് ഇവിടെ ഇഷ്ടമാണ് പുട്ടിന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാർത്തിട്ടിട്ട് ഉണ്ടാക്കിയത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കട്ട ഉണ്ടാവുന്ന. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ഇതുണ്ട്, നമുക്കൊന്നും ചെയ്യണ്ട, പിന്നെ നനയ്ക്കേ വേണ്ട. ഇങ്ങനെ തന്നെ ഉപ്പിട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഞാൻ നമ്മുടെ കുടുംബജീവിതമൊക്കെ തുടങ്ങിയ സമയത്ത് അന്ന് പാചകമൊന്നും അറിയില്ലല്ലോ, ഓരോന്ന് ചെയ്ത് പഠിക്കുകയാണ്. പക്ഷെ പുട്ട് ഞാൻ ഉണ്ടാക്കി. എനിക്ക് പച്ചരി കൊണ്ടുള്ള പുട്ട് മീൻസ് അന്ന് പച്ചരി ഇന്നത്തെ പോലെ പുട്ടുപൊടി ഒന്നും വാങ്ങാൻ കിട്ടില്ല. പച്ചരി മേടിച്ച് നമ്മൾ പൊടിച്ച് നനയ്ക്കണം, വറുത്ത് അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് പുട്ടിന് നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയാവാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് പുട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ്, ഞാൻ ഉണ്ടാക്കാറും ഉണ്ടായില്ല. പക്ഷേ ഇത് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇതൊന്നും നനയ്ക്കണ്ടല്ലോ, നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് നന്നായിട്ട് യോജിപ്പിച്ചാൽ മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പുട്ടായിരുന്നു ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തു. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു എന്താ പറയുക, ചിരട്ടയിലാണ് കേട്ടോ. അത് നോക്കൂ, പുട്ടിന് വേണ്ടി ചിരണ്ടിയ തേങ്ങ ചിരട്ടയാണ്. അതെടുത്തു, അതിനൊരു ഫോളിട്ടു. ഇത് ഞാൻ കുക്കർ വെച്ചിട്ട് കുക്കറിൻ്റെ ആ മുകളിലാണ് വെക്കുന്നത് കേട്ടോ. അതാണ് ഹോളിട്ടത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇടാം. ഇട്ട് അരി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുക്കറിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. കുക്കറിൽ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്, ആവി വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ മുകളിലേക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് മതിയാവും കേട്ടോ. കുറ്റിയിലല്ലല്ലോ, കുറ്റിയിലാകുമ്പോൾ കുറച്ചധികം ആവി വേണ്ട. ഇതിലിപ്പോൾ പെട്ടെന്ന് ആവി വരും. ആവി വന്ന് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് അത് മാറ്റാം. ഇതുപോലെ മറ്റ് അരിയും കൂടി നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. കണ്ടോ, നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ചിരട്ടയിലാണ് ഉണ്ടാക്കിയത്, അതാണ് 2 ഷേപ്പായിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കഴിക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ പയറാണ് കേട്ടോ, നമ്മുടെ ഉണക്കപ്പയർ ആണ്, അത് കൂട്ടി കഴിക്കാം. ഞാനിതെന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ പുട്ട്. കാരണം അരിയാണ്, നമ്മൾ ചോറുണ്ടുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ പുട്ടും പയറും കറി വേണമെന്നല്ല, ഇത് ചൂടാണെങ്കിൽ ഇത് മാത്രമായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.